എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്ന് പുഷ്പ സെക്കൻഡ് ദ റൂൾ റിലീസായിരിക്കുകയാണ്. 2021 ആണ് പുഷ്പയുടെ ഒന്നാം ഭാഗമായിട്ടുള്ള ദ റൈസ് വന്നത്. ഇന്ന് ദ റൂൾ റിലീസായിരിക്കുകയാണ്. ആ കഥയുടെ സെയിം രണ്ടാം ഭാഗം കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ സിനിമ ആദ്യമായി പുഷ്പയെ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇതൊരു തെലുങ്കിലെ ഒരു കൊമേർഷ്യൽ മാസ് ആക്ഷൻ എൻ്റർടൈനറാണ് പുഷ്പ. അപ്പോൾ അതേ കണ്ണുകൊണ്ട് തന്നെ ഈ സിനിമയും കണ്ട് ഇതിനെ ഞാൻ വിലയിരുത്താൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുഷ്പ ഫസ്റ്റിൻ്റെ അതേ സ്റ്റൈൽ തന്നെയാണ് സെക്കൻഡും വന്നിരിക്കുന്നതെങ്കിൽ പോലും പ്രൊഡക്ഷൻ വാല്യൂവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പുഷ്പ ദ റൈസ് ഒന്നാം ഭാഗം ഫയറായിരുന്നുവെങ്കിൽ പുഷ്പ സെക്കൻഡ് ദ റൂൾ വൈൽഡ് ഫയറാണ് എന്ന് തന്നെ പറയാം. സിനിമയിൽ പറയുന്ന പോലെ ഒരു രണ്ടിരട്ടിയെങ്കിലും അതിൻ്റെ ഒരു ഗ്രാൻഡ് ക്യാൻവാസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ വാല്യൂ കിടിലമാണ്. ഭയങ്കര പൈസ ചിലവാക്കിയിട്ടുള്ള സിനിമയാണ് എങ്കിലും അത് നമുക്ക് കറക്റ്റായിട്ട് ഓരോ ഫ്രെയിമിലും കാണാൻ പറ്റും. തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ ഫ്രെയിമിലും അത് കണ്ട് മനസ്സിലാക്കാൻ ഉണ്ട്. അതായത് വലിയ ഒരു ക്യാൻവാസിൽ തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനൊരു സിനിമ കാണുമ്പോൾ നമ്മളതൊരു ക്ലാസിക് സിനിമയായിട്ടോ അല്ലെങ്കിൽ അത് റിയാലിറ്റി, പിന്നെ ഒറിജിനാലിറ്റി, പിന്നെ മൊറാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മാറ്റി വെച്ചിട്ട് വേണം കാണാൻ. ഒരിക്കലും ഇതിനെ ഒരു സാധാരണ ഒരു ക്ലാസ് സിനിമയായിട്ടോ ഭയങ്കര ഡീപ്പായിട്ട് വിലയിരുത്താനോ ഒന്നും പോയത് ജസ്റ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ മാത്രം വിലയിരുത്തിക്കൊണ്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുഴുനീള എൻ്റർടൈനറായിരുന്നു. തിയേറ്ററിൽ കാണാൻ പറ്റുന്ന നല്ലൊരു എൻ്റർടൈനറായിട്ട് ഫീൽ ചെയ്തു പുഷ്പ. പക്ഷേ കുഴപ്പങ്ങളുണ്ട്. എല്ലാ സീനുകളും തൃപ്തികരമായിരുന്നില്ല. ഒരുപാട് പ്രശ്നം പിടിച്ച രംഗങ്ങളുണ്ട്, അതിനെപ്പറ്റി പറയാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയുടെ കാര്യം പറഞ്ഞു. ക്യാമറ നല്ല സിനിമാറ്റോഗ്രാഫിയാണ്. തെലുങ്ക് സിനിമകളുടെ ഒരു പ്രധാന ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫൈറ്റ് സീൻസൊക്കെ നമുക്കൊരിക്കലും കണ്ണിന് ഇറിറ്റേഷൻ തരാത്ത രീതിയിൽ, ഷേക്കും വൈബ്രേഷനും വിറയിലൊന്നും ഇല്ലാത്ത രീതിയിൽ മാന്യമായിട്ട് അവർ ഷൂട്ട് ചെയ്ത് കാണിക്കും. അതുപോലെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിമുകളായിരുന്നു. അതൊക്കെ പക്കാ സാറ്റിസ്ഫൈങ്. പിന്നെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഇത് നാലും നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ഫസ്റ്റിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശശികുമാർ തന്നെയാണ്. ഇതും ശശികുമാറല്ല, സുകുമാറായിരുന്നു. അപ്പോൾ സുകുമാറിൻ്റെ ആ ഒരു കഥ, തിരക്കഥ, സംഭാഷണം, ഈ മൂന്നിലും യാതൊരു പ്രത്യേകതയും എനിക്ക് ഫീൽ ചെയ്തില്ല. സാധാരണ ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ്, ഒരു മാസ് സിനിമ എന്നുള്ള രീതിയിൽ. പിന്നെ തുറന്നു പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഒരു 1990, 2000 കാലഘട്ടത്തുള്ള ചില മാസ് സിനിമകളുടെ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രശാന്ത് നീലിൻ്റെ ഒരു സ്റ്റൈലോ അതിൽ കാണുന്ന ഒരു പഞ്ചോ ഒറിജിനാലിറ്റി ഒന്നും നമുക്കിത് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറേ ലോജിക്കൽ കാര്യങ്ങളൊക്കെ മറന്നു വെച്ചിട്ട് ജസ്റ്റ് തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു സിനിമ എന്നുള്ള രീതിയിൽ കാണുക. പിന്നെ പടത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 മണിക്കൂർ 20 മിനിറ്റോളം ലെങ്ത് വരുന്ന, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളമുള്ള ഒരു ഫീച്ചർ ഫിലിം ആയിട്ട് ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളിൽ ആനിമലിനെ പോലെ നിൽക്കുന്ന ഒരു വളരെ ലെങ്ത് കൂടിയ ഒരു സിനിമയാണ്. 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ടെങ്കിലും തിയേറ്ററിൽ പ്രത്യേകിച്ച് അങ്ങനെ ബോറൊന്നും അടിക്കാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റി. അതും ഒരു കഴിവ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ബുദ്ധിജീവികൾ എടുത്തിട്ട് കൂടുതൽ അളക്കുന്ന പോലെ ഞാൻ ഈ സിനിമ അളക്കുന്നില്ല. ജസ്റ്റ് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പുഷ്പ ഫസ്റ്റ് പാർട്ടിൻ്റെ ആ ഒരു വാല്യൂ വെച്ച് നോക്കി ഞാൻ സംസാരിക്കുകയാണ്. പിന്നെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ DSP ദേവി ശ്രീ പ്രസാദിൻ്റെ മ്യൂസിക്, പാട്ടായാലും BGM ആയാലും രണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ കേൾക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു. യൂട്യൂബിൽ പാട്ടുകൾ കണ്ടു, അതിനേക്കാളും എത്രയോ ഇരട്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. ഡാൻസും കളറും എഫക്റ്റും ഒക്കെ നന്നായിരുന്നു. 4K ഡോൾബി അറ്റ്മോസിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നന്നായിരുന്നു. തിരക്കഥ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ജസ്റ്റ് ആവറേജ് ആണ്. അതിനപ്പുറം യാതൊരൊന്നും പ്രതീക്ഷിക്കേണ്ട. ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. വേറെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ അത് കഴിഞ്ഞ് പെർഫോമൻസ്, അല്ലു അർജുൻ, പിന്നെ നമ്മളെ മലയാളികളുടെ മുത്തായിട്ടുള്ള ഫഹദ് ഫാസിൽ, ഇവർ തന്നെയാണ് പ്രധാന ലീഡ് റോളുകൾ, നായകനും വില്ലനും. നമുക്കറിയാം, ഫസ്റ്റിലും വന്നതാണ് രണ്ടുപേരും. ഫഹദ് ഫാസിൽ അതിൽ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇതിൽ മുഴുനീള റോളാണ്, നിറഞ്ഞു നിൽപ്പുണ്ട്. നായകനൊത്ത വില്ലൻ, വില്ലനൊത്ത നായകൻ എന്ന് തന്നെ പറയാം. നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അവരുടെ ഇടയ്ക്കുള്ള അവരുടെ കോമ്പിനേഷൻ സീനുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫഹദ് ഫാസിൽ പറയേണ്ട, നമ്മളെ മലയാളത്തിൽ നിന്നും ഇങ്ങനെ ഒരു നടൻ അവിടുത്തെ ഒരു ഗ്രാൻഡ് ക്യാൻവാസിലുള്ള ഇത്രയും വലിയൊരു സിനിമയിൽ വലിയ നടന്മാരുടെ കൂടെ ചെന്ന് അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് തെളിയിക്കുക, അല്ലെങ്കിൽ ആ ഒരു യുണീക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എനിക്ക് അഭിമാനം തോന്നി. ഒരു കൊച്ചു നടൻ അതിൻ്റെ ഇടയിൽ കിടന്ന് ഷൈൻ ചെയ്യുന്ന സീൻസൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഭയങ്കര കിടിലൻ സീൻസായിരുന്നു. പുള്ളിക്കാരന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഒതുക്കി ചെയ്തിട്ടില്ല. ഒരു അന്യഭാഷാ നടനാണ് എന്നുള്ള രീതിയിൽ ഒതുക്കിയുള്ള ഒരു ഇതല്ല കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രസൻസ് കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻ പ്രസൻസ്. അതുപോലെ അല്ലു അർജുൻ, എനിക്ക് അല്ലു അർജുൻ്റെ ഏറ്റവും നല്ല ഒരു പെർഫോമൻസ് ആയി തോന്നി. ഒന്നാം ഭാഗത്തിൽ അഭിനയത്തിന് നാഷണൽ അവാർഡൊക്കെ കിട്ടി.
ഒരുപാട് പേര് അതിനെ എതിർത്തു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൽ എനിക്ക് പുള്ളിക്കാരൻ്റെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പുഷ്പ എന്ന് പറയുന്ന ആ ഒരു റോളിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പെർഫോമൻസ്. അത് ലുക്കായാലും ആ നോട്ടമൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ പുള്ളിക്കാരൻ്റെ കണ്ണിൻ്റെ ആ പവറൊക്കെ കിടിലാണ്, നോക്കുമ്പോൾ ഉള്ള ഒരു എഫക്റ്റും പിന്നെ ഡയലോഗ് ഡെലിവറിയുടെ ആ ഒരു ഇതും. ഞാൻ മലയാളമാണ് കണ്ടത്. അതിൽ ജിസ് ജോയ് എന്ന് പറയുന്ന നമ്മുടെ സംവിധായകൻ, തലവൻ്റെയൊക്കെ സംവിധായകൻ ജിസ് ജോയാണ് അല്ലു അർജുന് ശബ്ദം കൊടുക്കാറുള്ളത്. പൃഥ്വിരാജിൻ്റെ സൗണ്ടുള്ള ആ വ്യക്തി അദ്ദേഹം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മലയാളം ഡബ്ബിങ്, അല്ലു അർജുന് വേണ്ടിയുള്ള ആ മലയാളം ഡബ്ബിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്കയായിരുന്നു. അതായത് ഓരോ ഫീലിങ്സും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ, നല്ല രീതിയിൽ, അത് ഡയലോഗ്സ് ഫാസ്റ്റ് ആണെങ്കിലും സ്ലോ ആണെങ്കിലും വളരെ വളരെ നല്ല ചേർച്ചയുള്ള രീതിയിൽ അല്ലു അർജുൻ തന്നെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഡബ്ബും ചെയ്തിരിക്കുന്നത്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെയാണ് കഥാപാത്രങ്ങൾ. പിന്നെ നമ്മളെ ശ്രീവല്ലി, നമ്മുടെ നായിക ഉണ്ടല്ലോ, പേര് മറന്നുപോയി, ശ്രീവല്ലിക്കും പെർഫോം ചെയ്യാൻ വേണ്ടി രാഷ്മികയ്ക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി 1-2 മാസ് ഡയലോഗുള്ള സീൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. പിന്നെ ഭാര്യ ഭർത്താക്കളുടെ ഇടയിലുള്ള കുറച്ച് ക്രിഞ്ച് സീനുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ഡ്രമാറ്റിക് എലമെൻറ്റ്സ് ഉണ്ട് സിനിമയ്ക്കകത്ത്. അതായത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രാമ, ചില ഫാമിലി റൊമാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ മെയിൻ പ്ലോട്ട് അടിപൊളിയാണ്. നമ്മളെ ഫഹദ് ഫാസിലിൻ്റെ റോളും ഈ പറഞ്ഞ അല്ലു അർജുൻ്റെ റോളും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവെൽ വരെ പടം സൂപ്പറായിരുന്നു. നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം മെയിൻ പ്ലോട്ടായിരുന്നു. ഒരുപാട് കുറച്ച് രാഷ്ട്രീയം, മന്ത്രി പദവി, പിന്നെ ഈ കള്ളക്കടത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പണം, ഇങ്ങനെ കള്ളപ്പണം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ വെല്ലുവിളി, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഇൻ്റർവെല്ലൊക്കെ നല്ല മുൾമുനയിൽ നിർത്തുന്ന ത്രിൽ എലമെൻറ്റോട് കൂടിയാണ് നിർത്തിയിരുന്നത്. ഭയങ്കര കിടിലമായിരുന്നു ഇൻ്റർവെൽ എക്സ്ട്രീം ലെവലായിരുന്നു. ഭയങ്കര ത്രില്ലായിരുന്നു. അതായത് എങ്ങനെ ബാക്കി എന്താകുമെന്ന് അറിയാനുള്ള ഒരു ത്വര ശരിക്കും ഇൻ്റർവെല്ലിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പടം മൂവ് ചെയ്തു, കുഴപ്പമില്ല, പോട്ടെ. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് അനാവശ്യ രംഗങ്ങൾ വന്ന് കയറിയതുപോലെ തോന്നി. ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സാരി ഉടുത്തുകൊണ്ടുള്ള അല്ലു അർജുൻ്റെ ഫൈറ്റൊക്കെ 2 കൊടുത്തിട്ടുണ്ട്. 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ 2 സ്ഥലത്ത് സാരി ഉടുത്തുകൊണ്ടേ ഫൈറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലുള്ള ഒരവസ്ഥയാണ്. പിന്നെ ദേവിയുടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ദേവി ഭദ്രകാളിക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട്, ഒരു നേർച്ച പോലെയൊക്കെ തോന്നി. എന്താണ് ഇത്രയ്ക്ക് സാരി ഉടുത്താൽ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥ. അത് അവസാനത്തെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, ഇങ്ങനെ കടിച്ചുകൊണ്ടുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ സഹിക്കാൻ പറ്റാത്ത അരോചകമായ രംഗങ്ങളായിരുന്നു. ആ സിനിമ അതുവരെ കീപ്പ് ചെയ്ത് വന്ന ക്വാളിറ്റി എല്ലാം കളഞ്ഞുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത പ്രധാന കാര്യമായിട്ടുള്ള അവസാനത്തെ 20 മിനിറ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ സിനിമയ്ക്ക് ഒട്ടും ചേർച്ചയില്ലാത്ത, വളരെ ഓവറായിപ്പോയ ചില ഫാമിലി സീൻസും ഡ്രാമയും കരച്ചിലും വീഴ്ചയിലും, ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഒരിക്കലും ഇത്ര ചൂടോടെ പോയ ആ കഥ അതിനെക്കൊണ്ടിങ്ങനെ താഴേക്ക് കുഴിക്കകത്ത് കൊണ്ട് ഇടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തുകൊണ്ടോ അത് സംഭവിച്ചു. ഒരിക്കലും പുഷ്പ ഫസ്റ്റിൻ്റെ ക്ലൈമാക്സ് പോലും ദഹിക്കാത്ത ആളുകളുണ്ട്. അതിലാണെങ്കിൽ കഥയുമായി ബന്ധപ്പെട്ട ഒരു ഭയങ്കരമായൊരു സംഭവം ഉണ്ടെന്നെങ്കിലും പറയാം. പക്ഷേ ഇതിൽ ഒന്നുമില്ലാതെ മെയിൻ കഥയിൽ നിന്ന് ഡീവിയേറ്റായി എങ്ങോട്ടോ കഥ പോയതുപോലൊരു ഫീൽ, ഇല്ലാത്തൊരു സംഭവം ഉണ്ടാക്കുന്നു. അവന്മാരെ പോയി അടിക്കുന്ന കുറേ സംഭവം. പിന്നെ ഫാമിലിയിൽ വരാത്ത ഒരാൾ വരുന്നു. അയാൾ വലിയ പ്രാധാന്യമുള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അയാളെ കണ്ട് കരച്ചിലും വീഴ്ചിലും ബഹളവും പിന്നെ കല്യാണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു എൻഡിങ് ആയിരുന്നു. എനിക്ക് ഒട്ടും ഫൈനൽ ഇമ്പാക്റ്റ് ഉള്ളതും കൂടെ കളഞ്ഞത് അവസാനത്തെ 20 മിനിറ്റാണ്. സിനിമ തീരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതിനകത്ത് സിനിമ ടൈറ്റിൽ വന്നു, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് കഴിഞ്ഞോ, ഇത്രയേ ഉള്ളോ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയായിരുന്നു. മെയിൻ പ്ലോട്ട് ഞാൻ പറഞ്ഞല്ലോ, പ്രധാന കഥ നമ്മുടെ പോലീസ് ഓഫീസറായിട്ടുള്ള ഷെഖാവത്തും നമ്മളെ പുഷ്പയുമായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് സീൻസൊക്കെ സൂപ്പറായിരുന്നു. അവരുടെ വെല്ലുവിളി, മറ്റു കാര്യങ്ങൾ, കള്ളക്കടത്ത്, ഇതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സാധനം ഫൈറ്റ് സീൻസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കത്തി എലമെൻ്റൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. ആ സിനിമയുടെ അതുവരെയുള്ള പോക്കിനേക്കാൾ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കത്തി എലമെൻറ്റ്സൊക്കെ കുറേ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി അതാണ് പറയാനുള്ളത്. തിയേറ്ററിൽ നിന്ന് ഒരിക്കൽ കണ്ട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസാണ് പുഷ്പ ദ റൂൾ.